ഫ്ലവർ കിറ്റിൽ അടുത്ത് വരുന്ന ലില്ലി ഫ്ലവറാണ്. അതിൻ്റെ 1 ഫ്ലവറിൻ്റെ കിറ്റും അതുപോലെ 3 ഫ്ലവറിൻ്റെ കിറ്റുമാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഈ ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ QR കോഡും അതിൻ്റെ കൂടെ ഉണ്ട് ട്യൂട്ടോറിയലിൻ്റെ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു സെറ്റിൽ ഉണ്ടാവുക കേട്ടോ. ഇത് 1 ഫ്ലവറിൻ്റെ സെറ്റാണ്. അതിൽ 3 ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് 3 ഫ്ലവറിൻ്റെ സെറ്റിൽ ഉണ്ടാവുക കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ പൈപ്പ് ക്ലീനർ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലില്ലിയിൽ ഔട്ടറിൽ നമ്മളൊരു വൈറ്റ് കളറിലും അതുപോലെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു പിങ്ക് ജെയ്ഡ് കളറിലുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് ജെയ്ഡ് കളർ ഒരു ലില്ലിക്ക് വേണ്ടിയിട്ട് നമ്മൾ 6 പൈപ്പ് ക്ലീനറാണ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ വൈറ്റ് കളറും 6 എണ്ണം നമ്മളൊരു ലില്ലിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു പിങ്ക് ജെയ്ഡ് കളർ എല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഒരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പൈപ്പ് ക്ലീനറാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ പിങ്ക് ജെയ്ഡ് കളർ നമ്മൾ 2 ഈക്വലി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഉള്ളിൽ കൊടുത്തു. ഇനി ഔട്ടറിൽ ഈ ഒരു വൈറ്റ് ഒരു പൈപ്പ് ക്ലീനർ നമ്മൾ ഈ ഒരു രീതിയിലും കൂടെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 6 പെറ്റൽസ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ 2 ലീഫിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ക്ലീനറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ലീഫും ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പെറ്റലിൽ നമുക്കിതുപോലെ കളർ ഷെയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങളടുത്ത് നമ്മുടെ കളർ ഷെയ്ഡിന് വേണ്ടിയിട്ട് കളർ പിഗ്മെൻറ്റ്സോ അതല്ലെങ്കിൽ ഐ ഷാഡോ പാലറ്റ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡഡ് അല്ല, അത് എക്സ്ട്രാ അല്ലാണ്ട് ഞാൻ ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പോളൻസ് അല്ലെങ്കിൽ ഫ്ലവർ സ്റ്റാമിൻസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്ലൂ സ്റ്റിക്ക് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് മെൽറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്ലോറൽ ടേപ്പുമാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ലീഫൊക്കെ. എപ്പോഴും ഈ ഫ്ലോറൽ ടേപ്പ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ കുറച്ചൊന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും അത് ഇതിൽ സ്റ്റിക്കായിട്ട് വരുള്ളൂ. അത് നിങ്ങൾക്ക് ആ ഒരു ടേപ്പ് ഒന്ന് സ്ട്രെച്ച് ചെയ്തല്ലേ വലിച്ച് പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇതാ നമ്മൾ നല്ല ഈസി ആയിട്ടുള്ളൊരു ലില്ലിയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്